സുഹൃത്തുക്കളെ, ആ ജബൽ സൗറിന്റെ മേലെ ഒളിക്കാൻ വേണ്ടി പോകുമ്പോൾ, മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലത്ത് ഭാഗത്തുകൂടി ശത്രുക്കൾ വരുമോ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോന്നിയിട്ട് പിന്നിൽ നടക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലത്തോട്ടങ്ങ് ചാടി. വലത്ത് നോക്കുമ്പോൾ അവിടുന്ന് ഭയം വന്നു, മുന്നിലൂടെ ശത്രു വരുമോ. ഉടനെ മുന്നിലേക്ക് അങ്ങ് നീങ്ങി. മുന്നിൽ ചെല്ലുമ്പോൾ ഭയം തോന്നി, ഇടത്തോട്ട് ഇടത് ഭാഗത്തേക്ക് ശത്രു വരുമോ. ആകയാൽ മദീനയിലേക്കുള്ള യാത്രയിൽ അല്ലാഹുവിന്റെ റസൂലിനെ റൗണ്ട് ചെയ്തുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തതെന്ന് അവിടുത്തെ ശരീരം സംരക്ഷിക്കാനാണ് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയത് കാണാം. ആ നിലക്ക് കഠിനാധ്വാനം ചെയ്ത് സ്നേഹിച്ച് ജീവിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് വെറുതെയാണോ നബി തങ്ങൾ വഫാത്തായപ്പോ സമീപത്ത് ചെന്നിട്ട് അവിടുത്തെ മുഖത്തിട്ട തുണിയൊന്ന് നീക്കിയിട്ട് മുഖമൊന്ന് ചുംബിച്ചിട്ട് അതാ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചില്ലേ? അന്ത്യനാൾ വരെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് മാതൃകയായി അതേ വഫാത്തിന്റെ ശേഷവും നബിയെ വിളിക്കാം, പറയാം എന്നത് പഠിപ്പിക്കുന്ന വിധം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചില്ലേ? യാ നബി അല്ലാഹ് ബിഅബീ അൻത വഉമ്മീ യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയായവരെ എന്റെ ബാപ്പയെയും ഉമ്മയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംസാരിച്ചുകൂടാ. സംസാരിച്ചാൽ അന്ധവിശ്വാസമാണെന്ന് പറയുന്നവർ ആദ്യം അന്ധവിശ്വാസിയാക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലേ? അവിടുന്ന് അതാ ചെയ്യുന്ന ഇമാം ബുഖാരിയല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്? ബിഅബീ അൻത വഉമ്മീ യാ നബിയല്ലാഹ്